അതിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാൻ ഇത്തരമൊരു രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇത് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയുള്ള ഒരു പ്രക്രിയ നമ്മുടെ യുവസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കായിക വിദ്യാഭ്യാസം നമ്മുടെ സ്കൂളുകളിൽ പണ്ട് മുതലേ നടന്നു വരുന്ന ഒരു പാഠ്യപദ്ധതിയാണ്. സാധാരണയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമായി സ്കൂളുകളിലൊക്കെ അതിനുവേണ്ടി പ്രത്യേകം അധ്യാപകരെ നിയമിക്കുകയും അവർ മാസ് ഡ്രില്ലുകളും അതുപോലെ തന്നെ ഫുട്ബോള്, സ്പോർട്സിലെ മറ്റിനങ്ങൾ, ബാഡ്മിൻ്റൺ, വോളിബോൾ തുടങ്ങി വ്യത്യസ്തമായ ആരോഗ്യ പരിശീലനത്തിനു വേണ്ടിയും കുട്ടികൾക്ക് കൂടുതൽ മാനസികമായ ഉല്ലാസമുണ്ടാകുന്നതിനു വേണ്ടിയുമൊക്കെ വിവിധ പരിപാടികൾ നടപ്പാക്കിയിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തും അടുത്ത കാലം വരെയും അങ്ങനെ തന്നെ സ്കൂളിൽ നടന്നു വരുന്നുണ്ട്, ഇപ്പോഴുമുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പല ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപക തസ്തികകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് നികത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം പുതിയൊരു പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. സൊംബ ഡാൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 1990 ശേഷം കൊളംബിയൻ നൃത്ത സംവിധായകനായ ബെറ്റോ പെരസ് രൂപകൽപ്പന ചെയ്ത പാശ്ചാത്യൻ നൃത്ത സംഗീതങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു പ്രത്യേക രീതിയിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആടിപ്പാടിയുള്ള ഒരു വിനോദമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ കലാവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മത്സരത്തിന് കുട്ടികളുടെ ഡാൻസിനു വേണ്ടി രക്ഷിതാക്കൾ പ്രത്യേകം തയ്യാറാക്കാറുണ്ട്, അധ്യാപകർ പരിശീലനം നൽകാറുണ്ട്. നമ്മുടെ യുവജനോത്സവങ്ങളിലും അനുബന്ധ മേഖലയിലുമൊക്കെ ധാരാളം നടക്കാറുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്ന് ഭിന്നമായ ഒന്നാണ്. ഇത് എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു പദ്ധതി എന്ന രീതിയിലാണ് സ്കൂളുകളിൽ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ലക്ഷ്യമായി പറയുന്നത് ലഹരി മുക്ത സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ്. ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ബാധിച്ച ഏറ്റവും വലിയ അപകടകരമായ മാരകമായ ഒരു വിപത്താണ്. അതിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാൻ ഇത്തരമൊരു രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇത് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയുള്ള ഒരു പ്രക്രിയ നമ്മുടെ യുവസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ലഹരിയിൽ നിന്ന് ജനങ്ങളെ മുക്തമാക്കുന്നതിന് ഏറ്റവും പ്രധാനമായി നല്ല ബോധവൽക്കരണമാണ് ആവശ്യം. നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ അത്തരം ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം ക്ലാസുകളൊക്കെ എടുക്കുന്ന പ്രഗത്ഭരായ അതിന്റെ റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. അത്തരം ക്ലാസുകൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് കുട്ടികളെ അതിൽ നിന്ന് മുക്തമാക്കുന്നതിന് പകരം അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി അതിലൂടെ അവരെ ലഹരി മുക്തമാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ വളരെ പ്രധാനമായി കായിക മാനസിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവരതിനെക്കുറിച്ച് പറയുന്ന വാചകത്തിൽ തന്നെ കുട്ടികൾക്ക് പ്രത്യേകമായി പറയുന്നൊരു വാചകം കോൺഷ്യസ്ലി കൺസ്ട്രക്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ് ഇൻവോൾവിംഗ് സം ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻഡ് ടു ഇംപ്രൂവ് ഹെൽത്ത് ലിറ്ററസി എന്നാണ് പറയുന്നത്. അതിന് ഇങ്ങനെയുള്ള കളികളെക്കുറിച്ചോ അതല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഇത്തരം ഒരു പ്രത്യേകമായ ഒരു സുംബ ഡാൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന് തുല്യമായ ഡാൻസുകളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല.